ഈ ഒരു വ്യക്തി ഒരു ഹോട്ടലിലേക്ക് വന്ന് അവിടുത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു റൂം എടുക്കുന്നു. പക്ഷേ അവൻ ആ റൂം എടുത്തത് അവിടെ താമസിക്കാനല്ല. അവനിപ്പോൾ അവിടുന്ന് ലഭിച്ച വളരെ രുചികരമായ ഭക്ഷണം കഴിച്ച് തൊട്ട സാധനങ്ങളെല്ലാം തുടച്ച് വൃത്തിയാക്കി അതിലെ ഫിംഗർ പ്രിന്റുകൾ കളഞ്ഞതിന് ശേഷം ഒരു പേപ്പറിൽ ഒരു കാര്യം എഴുതുന്നു. അത് കഴിഞ്ഞ് അവനിപ്പോൾ അവിടുത്തെ വിൻഡോ തുറന്ന് ആ ബിൽഡിങ്ങിന് പുറത്തേക്ക് ഇറങ്ങുന്നു. അങ്ങനെ 50-ാം നിലക്ക് മുകളിൽ അവൻ കയറി നിൽക്കുന്നത് കണ്ട് താഴെയുള്ള ആളുകൾ മുഴുവൻ ഇപ്പോൾ ഷോക്ക്. ഉടനെ തന്നെ സംഭവ സ്ഥലത്തേക്ക് ഇപ്പോൾ പോലീസ് എത്തുന്നു. പക്ഷേ ആ വ്യക്തിയുടെ ഐഡന്റിറ്റി മനസ്സിലാക്കാൻ വേണ്ടി പോലീസുകാരിപ്പോൾ ആ റൂം മുഴുവൻ പരിശോധിച്ചെങ്കിൽ അവർക്ക് ലഭിച്ചത് ഒരു പേപ്പർ മാത്രമാണ്. അങ്ങനെ അതും നടപടിയാകാത്തത് കാരണം ആ ഒരു ഓഫീസർ ആ വ്യക്തിയോട് നെഗോഷിയേറ്റ് ചെയ്യാൻ ആരംഭിച്ചെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരു കോള് വരുന്നു. കാരണം അവർ പ്ലാൻ ചെയ്തതുപോലെ അവന്റെ കൂട്ടാളികൾ തൊട്ടപ്പുറമുള്ള ഒരു ബാങ്കിൽ എത്തിയിട്ടുണ്ട്. ഇതറിഞ്ഞതും ആ ഒരു വ്യക്തി ഇപ്പോൾ അവിടെ നിന്നും ചാടുന്നത് പോലെ കാണിച്ച് അവിടെയുള്ള ആളുകളുടെ ശ്രദ്ധ തിരിച്ച് അവന്റെ കൂട്ടാളികൾക്ക് ആ ബിൽഡിംഗിലേക്ക് കയറാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെ അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡുകൾ വരെ പുറത്ത് നടക്കുന്ന ആ ഒരു സംഭവത്തിൽ ആശ്ചര്യപ്പെട്ട് നിൽക്കെ അവസരം മുതലെടുത്ത് അവന്റെ കൂട്ടാളികൾ ആ ബിൽഡിംഗിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന വിലപിടിപ്പുള്ള കുറച്ച് ഡയമണ്ടുകൾ എടുത്ത് അവിടെ നിന്നും സേഫായി പുറത്തേക്ക് ഇറങ്ങുന്നു. അവരുടെ പ്ലാൻ കൃത്യമായി നടന്ന വിവരം അറിഞ്ഞ് അവസാനം ആ ഒരു വ്യക്തി ഇപ്പോൾ പോലീസിന് പിടികൊടുക്കുകയാണ്.